ഇപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലെ കുറേ ഇൻബിൽട്ട് ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഇൻബിൽട്ടായിട്ട് ഇതിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട്. അതാണിപ്പോൾ നമ്മൾ ഇപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ നോക്കിയതും അതേമാതിരി ടോപ്പ് വാല്യൂ ഏതാണ്, ബോട്ടം വാല്യൂ ഏതാണ്, ഇതൊക്കെ നോക്കിയത്. ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് അങ്ങനെ അല്ലാതെ വേറെ ഒരു ന്യൂ റൂളാണ് ഇപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ചതെല്ലാം ഇവിടെയുള്ള ഇൻബിൽട്ട് വാല്യൂസാണ്. ഈ ഇൻബിൽട്ട് വാല്യൂസിൻ്റെ പുറമെ നമ്മളാണ് എന്ത് ചെയ്യുന്നത്, ഒരു റൂള് കസ്റ്റമൈസ് ചെയ്യുന്നത്. നമ്മളുടെ ആവശ്യം വേറെ ഒന്നാണ്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാവണം എന്ന് ഇതിൽ ചെയ്തു വെച്ചതല്ല, പുറമെ വേറൊരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു ഡാറ്റയിൽ ഇപ്പോൾ എന്താ നമ്മൾ കാണുന്നത്, ഈ ഒരു ഡാറ്റയിൽ ആളുകളുടെ പേര്, സ്റ്റുഡൻസിൻ്റെ പേര്, അവരുടെ ഓരോ സബ്ജക്റ്റിലുള്ള അവരുടെ മാർക്കുകൾ, പിന്നെ ടോട്ടൽ മാർക്ക്, പിന്നെ അതിൻ്റെ റിസൾട്ട് സ്റ്റാറ്റസ് ആണല്ലോ. ഇതാണ് ഈ ഒരു റെക്കോർഡ്സിലുള്ളത്, ഈ ഒരു ടേബിളിൽ. ഇതിലിപ്പോൾ ഇതിൽ ഇൻബിൽട്ടായിട്ട് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൽ പാസ് എന്നുള്ളതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിനെ വേറെ എടുത്ത് കാണിക്കണം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഹൈലൈറ്റ് സെൽ വാല്യൂസിൽ പോയിട്ട് ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എന്ന് കൊടുക്കാം. അവിടെ നമ്മൾ കൊടുക്കുന്നത് പാസ് എന്നാണെങ്കിൽ ഇതിൽ പാസ് എന്നാണെങ്കിൽ ഇപ്പോൾ അതിന് ഹൈലൈറ്റ് ചെയ്തു. ഇവിടെ തന്നെ വേറൊരു കാര്യം, നമ്മൾ ഇതുവരെ പറയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഏത് കളറിലാണ് ഇത് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് ഇവിടെ ഉണ്ട്. അത് ഇവിടെ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. മാറ്റിയാൽ ഇപ്പോൾ കണ്ടോ, അപ്പോൾ യെല്ലോ കളറിലേക്ക് അത് മാറി, അതല്ലെങ്കിൽ വേറെ ഗ്രീനിലേക്ക് മാറി. അപ്പോൾ പാസ്സാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇൻബിൽട്ടാണ്, ഇതിലുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അതല്ല നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ വേറൊരു ടൈപ്പാണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടെ പാസ് എന്ന് പറയുമ്പോൾ ആ ഒരു റോ മൊത്തം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളറിലേക്ക് മാറിക്കിട്ടണം. ഇവിടെ പാസ് എന്നാണെങ്കിൽ ഇവിടെ ഈ റോ മൊത്തം മാറണം. അല്ലെങ്കിൽ ഫെയിലാണ് വെച്ചെങ്കിൽ അതിന് വേറെ കളർ ഇവിടെ വരണം. ഇങ്ങനെ കണ്ടീഷൻ വേറെയാണ്, അത് അതിൽ ചെയ്തു വെച്ചിട്ടില്ല. ഇങ്ങനെയാണ് കണ്ടീഷൻ ഉള്ളത്. ആ കണ്ടീഷൻ നമ്മളാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആ കണ്ടീഷൻ മീറ്റ് ചെയ്താൽ അതിൻ്റെ ഫോർമാറ്റിംഗ് ഇന്ന രൂപത്തിലാണ് എന്നും പറയുന്നത് നമ്മളാണ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലെ ന്യൂ റൂള് എന്ന സാധനം ഉപയോഗിക്കുന്നത് അതിനാണ്. അപ്പോൾ അവിടെ റൂള് ഡിഫൈൻ ചെയ്യുന്നത് നമ്മളാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിലത്തെ ഇത് ഞാൻ പറയാം. ഇപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്തു, ഈ മൊത്തം ഡാറ്റയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് ന്യൂ റൂൾ എന്താണെന്ന് മനസ്സിലാക്കാനാണ്. ഇതിലിപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ വേറെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്തു നോക്കിയാൽ അത് അതുപോലെ തന്നെ വർക്കൗട്ട് ആകും. പക്ഷേ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ മറ്റ് കുറേ ഫങ്ഷൻസൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇവിടെ ന്യൂ റൂൾ എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഉദാഹരണം ചെയ്യുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ എടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്തത് ഈ ഒരു ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്തു. നമുക്ക് എവിടെയാണോ ഏതൊക്കെ ഭാഗമാണ് നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇവിടെ ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ പാസും ഫെയിലും മാറുന്ന മുറക്കനുസരിച്ച് ഇവിടെ ഒന്നും മാറേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഈ ഒരു ഡാറ്റയിലാണല്ലോ നമ്മളുടെ കണ്ടീഷൻ വരുന്നതും ഫോർമാറ്റ് വരേണ്ടതും. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തു. ആ ഒരു റേഞ്ച്, ഇതിന് റേഞ്ച് എന്നാണ് പറയുക. ഓക്കെ, ഒരു സെല്ലും വേറൊരു സെല്ലും കൂടിയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുതലുള്ള അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള ആ ഒരു ഭാഗത്തിന് റേഞ്ച് എന്ന് പറയും. ഇതിപ്പോൾ 3 സെല്ലുകൾ സെലക്ട് ചെയ്ത ഒരു റേഞ്ചാണ്. ഇപ്പോൾ ഇത് 6 സെല്ല് സെലക്ട് ചെയ്ത റേഞ്ചാണ്. ഇത് 9 സെല്ല് സെലക്ട് ചെയ്ത റേഞ്ചാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിന് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം. ഓക്കെ, റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ന്യൂ റൂളിലാണ് പോണത്. ന്യൂ റൂളിൽ പോയി എന്നിട്ട് നമ്മളിപ്പോൾ മേലത്തൊന്നും നോക്കുന്നില്ല, ഒറ്റൊന്ന് ന്യൂ റൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകാരമുള്ള ഒരു ഫോർമുല പറയാണ്. ഇതിലത്തെ ലാസ്റ്റ് യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽ ടു ഫോർമാറ്റ്.
ഏത് സെല്ലാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മളെ ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തപ്പോൾ അവിടെ ഇനി നമ്മൾ പറയേണ്ടത്, അവിടെ വായിച്ചാലും അറിയാം, ഫോർമാറ്റ് വാല്യൂസ് വേർ ദിസ് ഫോർമുല ഈസ് ട്രൂ. നമ്മൾ താഴെ ഇവിടെ ഒരു ഫോർമുല കൊടുക്കുകയാണ്. ആ ഫോർമുല ട്രൂ ആകുന്ന സമയത്ത്, ആ ഫോർമുല കറക്റ്റ് ആകുന്ന സമയത്ത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോർമാറ്റ് വരിക. അപ്പോൾ ഏതാണ് ആ ഫോർമുല? അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യാതെ വരാം, നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ അതിങ്ങനെ മിനിമൈസ് ആയി കിടക്കും. കണ്ടോ, മിനിമൈസ് ആയി കിടക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ വീണ്ടും അത് തന്നെ വരും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് മിനിമൈസ് ആയി കിടക്കും. ഇത് മിനിമൈസ് ആയാൽ പിന്നെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ അതിൽ തന്നെ തിരിച്ച് വരാൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മുടെ ഇതുണ്ടാവുക. ഇങ്ങനെ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് ചുരുക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ വരുന്നു. ഇവിടെ പാസ് ഫെയിൽ എന്ന് വരേണ്ടത് എന്ന സ്റ്റാറ്റസ് കാണിക്കുക ഇവിടെയാണല്ലോ. അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു. ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ അവിടുത്തെ ഒരു അഡ്രസ്സ് കാണിക്കുന്നുണ്ട് ഇവിടെ. ഒ എന്ന കോളത്തിലെ രണ്ടാമത്തെ, കണ്ട, ഒ എന്ന കോളത്തിലെ രണ്ടാമത്തെ റോ ആണ്. രണ്ടും മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. ഇപ്പോൾ ഇതിൽ ഈ ഓടെ മുമ്പ് ഒരു ഡോളർ സൈന് കാണുന്നുണ്ട്, ടൂവിൻ്റെ മുമ്പ് ഒരു ഡോളർ സൈന് കാണുന്നുണ്ട്. അത് ആ സെല്ല് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെന്തിനാണ് സെല്ല് ലോക്ക് ചെയ്യണമെന്നൊക്കെ നമുക്ക് കൂടുതൽ ഫോർമുലകളെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു സെല്ലിനെ ലോക്ക് ചെയ്താൽ പിന്നെ അതിനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് വേറെ എവിടേക്ക് വലിച്ചു കൊണ്ടുപോയാലും പിന്നീടുള്ള റോലൊക്കെ ആ ലോക്ക് ചെയ്ത ആ ഒരു സെല്ലിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ കാൽക്കുലേഷൻ നടക്കുക. അപ്പോൾ കാരണം ഒരു സാധനം നമ്മൾ ഡ്രാഗ് ചെയ്താൽ അടിയിലത്തെ അതിന് നേരെയുള്ള അടിയിലത്തെ റോസ് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെയാണോ കാണുന്നത് അതാണ് എടുക്കുള്ളൂ. അപ്പോൾ അതില്ലാതെ ഈ ഒരു സ്പെസിഫിക് സെല്ല് മാത്രം എടുക്കാനാണ് ലോക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഇനി ഫോർമുലാസ് കൂടുതൽ പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുക. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ലോക്ക് ചെയ്തതിൽ നിന്ന് ഈ 2 എന്ന് പറയുന്നതിൻ്റെ മുമ്പുള്ള ഡോളർ സൈൻ എടുത്ത് കളയുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ആ 2 എന്ന റോല് മാത്രം പോരാ, ബാക്കിയുള്ളതിൽ നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ചിലെല്ലതും ഇത് എഫക്റ്റ് ചെയ്യണം എന്നാണ് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നമുക്കിനി ഫോർമുലാസ് പഠിക്കുമ്പോൾ ഈ ഡോളർ സൈൻ വെച്ചിട്ട് ലോക്ക് ചെയ്യുന്ന കാര്യം നമുക്ക് കൂടുതൽ പഠിക്കാം. ഇപ്പോൾ ഇവിടെ എന്താ പറയണത്, ഈക്വൽ ടു ഈ O2 എന്ന് പറയുന്ന ആ ഒരു സെല്ലിൽ എന്താണെങ്കിൽ ആ സെല്ല് ഈക്വൽ ടു പാസ് എന്നാണെങ്കിൽ, അവിടെ പാസ് എന്നുള്ള ടെക്സ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ ഇൻവെർട്ടഡ് കോമയിൽ കൊടുക്കണം, അല്ലെങ്കിൽ കൊട്ടേഷനിൽ കൊടുക്കണം. പാസ് എന്നാണെങ്കിൽ എന്നിപ്പോൾ പറഞ്ഞു. ഇപ്പോൾ ഇതാണ് ഫോർമുല. ഇങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടത്, കണ്ടീഷന് നമ്മൾ തന്നെ പറയാം. അപ്പോൾ ഇവിടെ ഫോർമാറ്റിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഗ്രീൻ കളറിൽ അത് ഹൈലൈറ്റ് ചെയ്യണമെന്ന് പറയാണ്. ഓക്കെ കൊടുത്തു. അത് കൊടുക്കേണ്ടത് ഇതിലാണ്, കൊട്ടേഷനിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ കണ്ട, ഇപ്പോൾ പാസ് എന്നുള്ള ഇവിടെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഒറ്റ സെല്ലിൽ പാസ് എന്നുള്ളത് കൊണ്ട് ആ റോനെ മൊത്തമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു റോനെ മൊത്തമാണ് ഫോർമാറ്റ് ചെയ്തത്. ഇനി നമ്മളിതിൻ്റെ കൂടെ ഒരു റൂളും കൂടി ഇതിനെ അഡീഷണലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഒന്നും കൂടി. ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരു റൂളും കൂടി കൊടുക്കാണ്, ഒറ്റ റൂളും കൂടി. ഇതുപോലെ ഇവിടെ വന്നു, ഈക്വൽ ടു പറഞ്ഞു, ഇവിടെ തന്നെ പോവാം, ഇതിൽ തന്നെ പോവാം. ഓക്കെ, ഇതിൽ തന്നെ പോയിട്ട്
കാരണം ഇവിടെ ഈ സെലക്ട് ചെയ്ത ഭാഗത്ത് അവിടെ ഫെയിൽ ആവാം. ഇനി നമ്മൾ വേറൊരു കണ്ടീഷൻ മാറി വരുമ്പോൾ ഇതിൻ്റെ ടോട്ടലിൽ മാറ്റം വരുമ്പോൾ ഫെയിൽ ആവാം. അപ്പോൾ അവിടുത്തെ ഫോർമാറ്റിങ് മാറണം. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2ൻ്റെ മുമ്പുള്ള ഡോളർ സൈന് ഇത് ഒഴിവാക്കിയിട്ട് അവിടെ നമ്മൾ പറയണത് എന്താ, ഈസ് ഈക്വൽ ടു ഫെയിൽ എന്നാണെങ്കിൽ കൊട്ടേഷൻ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഈ ഒരു കളറിൽ റെഡാക്കിയിട്ട് ഇത് ചെയ്യണം എന്നാണ്. അപ്പോൾ കണ്ട, ഇപ്പോൾ ഫെയിൽ വന്നപ്പോൾ ഇത് മാറി. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോട്ടലിൽ എന്തെങ്കിലും മാറ്റം വന്നെന്ന് വിചാരിച്ചോളാം. അപ്പോൾ ടോട്ടലിൽ മാറ്റം വരണം. അപ്പോൾ ടോട്ടലിൽ മാറ്റം വന്നു. ടോട്ടൽ മാറ്റം ഇപ്പോൾ ഞാൻ മാറ്റിയത് ഇപ്പോൾ ഇവിടെ മാറിയല്ലോ. ഫെയില് 2-3 സ്ഥലത്ത് ഫെയില് വന്നു. ഫെയില് വന്നപ്പോൾ അവിടെയൊക്കെ റെഡ് കളറിൽ മൊത്തം അതങ്ങനെ ഇതായി വന്നു. പിന്നെ ഇപ്പോൾ നമുക്കിവിടെ ഒരു 10 മാർക്കുള്ളൂ ഇവിടെ എന്ന് വിചാരിക്കുക. 10 മാർക്കുള്ളൂ. അപ്പോൾ അവിടെ ഫെയിലായി മാറി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഫെയിൽ എന്നുള്ള ഇതും മാറ്റുന്നുണ്ട്. ഇവിടെ മാർക്ക് മാറിയപ്പോൾ അവിടുത്തെ സ്റ്റാറ്റസ് മാറിയപ്പോൾ അവിടുത്തെ കളറും മാറി. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ 50 എന്നുള്ളത് ഇയാൾക്ക് 5 മാർക്കുള്ളൂ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അവിടെ അപ്പോഴും ഇയാൾ പാസ്സാണ്. കാരണം ബാക്കിയുള്ളതിലും 5 മാർക്ക് ഇയാൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഇവിടെ 5 മാർക്ക്. അപ്പോൾ അത് ഫെയിലായി മാറി. അപ്പോൾ ഫെയിലായി അതെങ്ങനെയാണ് അവിടെ ഇവിടെ ഒരു കണ്ടീഷൻ ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ വേറൊരു കണ്ടീഷൻ കൊടുത്തിട്ടുള്ള നിങ്ങൾക്ക് ഈ മറ്റേ ഫോർമുല ബാറിൽ കാണാം. ഈ ഒരു സെല്ല് 300 മാർക്കിൻ്റെ താഴെയാണെങ്കിൽ 300 മാർക്കോ അല്ലെങ്കിൽ 300 മാർക്കിൻ്റെ മേലെയോ ആണെങ്കിൽ പാസ്സാണ്, അല്ലെങ്കിൽ കുറവാണെങ്കിൽ ഫെയിലാണെന്ന് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു വെച്ചാണ്. അപ്പോൾ അതാണ് ഇവിടെ മാർക്ക് മാറുന്നതിനനുസരിച്ച് അവിടെ ഇത് മാറിക്കൊണ്ടിരിക്കണത്. ഓക്കെ. ഏതായാലും ചുരുക്കത്തിൽ ഇപ്പോൾ ഇത്ര പഠിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ഫെയിൽ പാസ് എന്ന് പറയുന്ന ആ ഒരു സെല്ലിനെ മാത്രം ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് മൊത്തം ഒരു ടേബിളിനെ ഫോർമാറ്റ് ചെയ്യുന്നത് എന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ന്യൂ റൂള് വെച്ച് പഠിച്ചത്. അത് ഒന്ന് ചെയ്തു നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം.